അപ്പം അതാണ് ഞാൻ മെയിൻ വീട് പെട്ടെന്നൊന്ന് മാറാനായിട്ട് എന്നുവെച്ചാൽ എൻ്റെ മൈൻഡിനൊന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് തന്നെ ഞാൻ വീട് മാറിയതിൻ്റെ കാരണം. അപ്പോൾ കുറേ കമൻസൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ. വീട് എന്താ മാറിയേ എന്ന് ചോദിച്ചിട്ടാണ് കുറേ കമൻസൊക്കെ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു കമൻറ്റിനുള്ള റീസൺ, അല്ല ആ ഒരു കമൻറ്റിനുള്ള ഉത്തരം. ചേട്ടന് എന്താ ജോബ്? എനിക്ക് വർക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫൈബറിൻ്റെ വർക്കാണ്. ഫൈബർ ശരിക്കും പറഞ്ഞാൽ BSNL തന്നെ പെർമനൻറ്റ് സ്റ്റാഫല്ല ഞാൻ. BSNL തന്നെ ഫ്രാഞ്ചൈസി ഉണ്ട്. ആ ഫ്രാഞ്ചൈസിയിലാണ് വർക്ക് ചെയ്യണത്. അതായത് പെർമനൻറ്റ് സ്റ്റാഫല്ല, ഡെയിലി വേജ് ആയിട്ട്. അപ്പോൾ അതിൻ്റെ കേബിളിൻ്റെ വർക്കാണ് എനിക്ക്. ഫൈബറിൽ വർക്ക്, സ്പ്ലേസിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ വർക്കാണ് ഇപ്പോൾ. ആണ് ആ ഒരു എൻ്റെ ജോബ് എന്ന് പറയുന്നത് കേട്ടോ. ഭാവിക്ക് എത്ര മന്തായി? കുഞ്ഞുമണിയുടെ മന്ത് 9ാം മാസമായി ഉണ്ണിക്ക്. ഉണ്ണിക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ തൈറോയിഡിൻ്റെ ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. തൈറോയിഡ് കുറച്ച് കുറവാണ് ഉണ്ണിക്ക്. അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് എന്താ പറയുക, ഉണ്ണിക്ക് വളർച്ചയുടെ ചെറിയൊരിത് പറയുന്നുണ്ട്. അതായത് വളർച്ചയ്ക്ക് പതുക്കെ ആവുള്ളൂ. അപ്പോൾ വെയിറ്റും കാര്യങ്ങളൊക്കെ പതുക്കെ ആവുള്ളൂ. മൂപ്പർക്ക് തൈറോയ്ഡ് ഉള്ളത് കൊണ്ട് തന്നെ എന്താ പറയുക, എല്ലാവരും കുറച്ച് ഡിലേ ഉണ്ടാവും. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഉണ്ണിക്ക് ശരിക്കും 6ാം മാസത്തിൽ കമന്ന് നീന്തി അങ്ങനെയൊക്കെ വരുമല്ലോ. അപ്പോൾ ഉണ്ണിക്ക് ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ കമന്ന് നീന്തി തുടങ്ങിയത്. 7ാം മാസമായപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ കമന്ന് നീന്താനൊക്കെ തുടങ്ങിയത്. പിന്നെ അപ്പോഴാണ് കുറച്ചും കൂടി ഒന്ന് വെയിറ്റ് ആയി തുടങ്ങി ഉണ്ണി. ഇപ്പോഴും അതെ, കുറച്ച് ശേഷം വെയിറ്റ് ആയിട്ട് വരണുള്ളൂ ഉണ്ണിക്ക്. അപ്പോൾ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ കോളേജ്, തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ് ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. ഉണ്ണിക്ക് നോർമലി കുഴപ്പമൊന്നുമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഇപ്പം അമ്മ ഇത്രയല്ലേ വെയിറ്റ് ഉള്ളൂ, അമ്മ അനുസരിച്ചിരിക്കും എന്ന് പറയുകയാണ് കുട്ടി. അപ്പോൾ അതായിരിക്കും ഇപ്പം എൻ്റെ വെയിറ്റ് നോക്കി ഇവളുടെയും വെയിറ്റ് നോക്കിയപ്പോൾ എന്താ പറയുക, ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അമ്മയുടെ ഒരു കാറ്റഗറിയിലേക്ക് പോയിണ്ടാവുന്ന ഡോക്ടർമാർ പറഞ്ഞത്. അപ്പോൾ നോർമലി കുഴപ്പമൊന്നുമില്ല, പേടിക്കാന്നല്ല, അവൾ പിക്കപ്പായിട്ട് വന്നോളും, കുഴപ്പമൊന്നുമില്ല, പേടിക്കാനില്ല പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഉണ്ണിക്ക് 9ാം മാസമായാലും ഉണ്ണീനെ അങ്ങനെ പെട്ടെന്ന് കണ്ടാലും ഈ 9 മാസമായോ എന്ന് എല്ലാവരും ചോദിക്കും. ഉണ്ണിക്ക് ഇത്രയല്ലേ ഉള്ളൂ. പിന്നെ ഇതാണ് പിന്നെന്ന് വെച്ചാൽ പിന്നൊക്കെ ഞങ്ങൾ ദൈവത്തിനെ വിളിച്ചിരിക്കുന്ന ആൾക്കാർ. എന്ന് വെച്ചാൽ ഞാൻ നന്നായിട്ട് ദൈവഭക്തിയുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ടാണ് അച്ചുവിന് പ്രഗ്നൻ്റ് ആയപ്പോൾ തൊട്ട് തന്നെ ഞാൻ എന്താ പറയുക, ഞങ്ങൾ കുറേ കടമ്പകളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നത്. ശരിക്കും പറഞ്ഞാൽ ഉണ്ണി ഇവൾക്ക് പ്രഗ്നൻ്റ് ആയപ്പോൾ എത്ര മാസത്തിലാണ് തിരിച്ചു? 5ാം മാസത്തിലാണ്. NT സ്കാനിങ്ങിന്റെ റിപ്പോർട്ട് വന്നപ്പോൾ 5ാം മാസത്തിലാണ് ഉണ്ണിക്ക് NT സ്കാനിങ്ങിന്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ റിപ്പോർട്ട് വന്നപ്പോൾ NT എന്താ പറയുക, നമ്മുടെ കഴുത്തിൻ്റെ അവിടുത്തെ ഫ്ലൂയിഡിൻ്റെ അളവ് എന്ന് പറയുന്നത് 3.1 ശരിക്കും 1 മാക്സിമം 1 ആണ് ശരിക്കും പറഞ്ഞാൽ കുഴപ്പമില്ല, നോർമൽ 3.1 അല്ലെങ്കിൽ 2 അതിൻ്റെ ഇടയ്ക്കാണ് ശരി പറഞ്ഞ നോർമൽ ഒരു NT സ്കാനിങ് റിപ്പോർട്ട് കാണിക്കുക ഫ്ലൂയിഡിൻ്റെ ഇത്. പക്ഷേ ഉണ്ണിക്ക് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3.3 ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ചിലപ്പോൾ അത് എന്താ പറയുക, നമുക്ക് പ്രശ്നമാണ്, നമുക്ക് എന്താ പറയുക, ചിലപ്പോൾ അത് ഉണ്ണിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും, ബുദ്ധിമുട്ടുണ്ടാവും, പറയാൻ പറ്റില്ല. അപ്പം നമുക്കത് എന്താ പറയുക, സ്കാനിങ് നോക്കണം, അമ്നോസിൻറ്റസിസ് ചെയ്ത് നോക്കാം, അനോമലി ചെയ്യാം എന്ന് പറഞ്ഞു. അനോമലി ചെയ്തിട്ട് തോന്നണു, എനിക്ക് കറക്റ്റ് അത് ഓർമ്മ കിട്ടണില്ല. അനോമലി ചെയ്തിട്ടാന്ന് തോന്നുന്നത് ഗർഭപാത്രത്തിൽ നിന്ന് വെള്ളം കുത്തിയെടുത്തിട്ട് ഉള്ള ഒരു സംഭവമായിരുന്നു. നോക്കാന്ന് പറഞ്ഞു. അപ്പം നമുക്ക് അനോമലി ചെയ്തപ്പോൾ അതിന് മുന്നേ എന്താ പറയുക, ഈ ഡബിളും ക്വാർട്ടറബിളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ഡയറക്റ്റ് ഇതിലേക്കൊന്നും പോയില്ല. എന്താ വെച്ചാൽ 3.3 ആണ് ഉണ്ണിക്ക് എടുക്കണ വാല്യൂ എടുക്കുന്നത് 3.3. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടും പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമുക്കത് വൈകല്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോയെന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇഷ്യൂസ്, ജനിതകമായിട്ട് വല്ല ഇഷ്യൂസ് വരുമോയെന്നോ നമുക്ക് അറിയില്ല പറഞ്ഞു ഡോക്ടർമാർ. അപ്പം ഞാൻ ഈശ്വര, ഞങ്ങൾക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ആറ്റുനോറ്റെന്നല്ല, ഞങ്ങൾക്ക് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 7ാം മാസം 8ാം മാസം അച്ചു പ്രഗ്നൻ്റായി. അപ്പോൾ എൻ്റെ മനസ്സിൽ ഈശ്വര, അത് എനിക്കായിട്ട് തന്നിട്ടുള്ളതല്ലേ ഭഗവാൻ. എനിക്ക് എന്താ പറയുക, ഇപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അബോട്ടി അങ്ങനെയൊക്കെ നമുക്ക് പൊട്ട ചിന്തകളായിരുന്നു.
അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ 3.3 ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ലല്ലോ പറഞ്ഞപ്പോ ഡോക്ടർമാർ പറയാം അത് 1000 അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല, നമുക്ക് എന്താ കാര്യം ഉണ്ടാവുക നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അമിനോസിന്തസിസ് ചെയ്ത് നോക്കാം. അമിനോസിന്തസ് അമിനോസിന്തസിസ് എന്തുകൊണ്ട് എനിക്ക് പേര് കറക്റ്റ് ഓർമ്മയില്ല, അങ്ങനെ തോന്നുന്നു. അത് ചെയ്ത് നോക്കാം. നോക്കിയിട്ട് നമുക്ക് എന്താ ടെസ്റ്റ് റിപ്പോർട്ട് എന്താ വരുന്നത്, അനോമലിയും ഇതൊന്നും ചെയ്ത് തോന്നണു. അപ്പം അത് രണ്ട് ചെയ്ത് നോക്കിയതിന് ശേഷം ഉണ്ണീരെ എങ്ങനെയാ റിപ്പോർട്ട് വരാൻ നോക്കാന്ന് പറഞ്ഞു. അപ്പം ജനിതകമായിട്ടുള്ള വല്ല ഇഷ്യൂസ് ഉണ്ണിക്ക് വരുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് അങ്ങനെ അച്ഛൻ്റെ ഗർഭപാത്രത്തിൽ വെള്ളം കുത്തിയെടുത്തിട്ട് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് 3 ദിവസം ഒരാഴ്ച കൊണ്ട് പിടിച്ച റിസൾട്ട്. പക്ഷെ എനിക്ക് അപ്പോഴും ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ ആദ്യമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ എവിടെയൊക്കെ പോയെന്ന് അറിയോ, ഞങ്ങൾ ജില്ലാ ഹോസ്പിറ്റലിൽ പോയി, തൃശ്ശൂർ ജില്ലാ ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ ഒരു ഡോക്ടറുണ്ട്. ആ ഡോക്ടറെ കണ്ടിട്ട് ആളുടെ വീട്ടിൽ പോയി. വീട്ടിൽ പോയിട്ട് ഈ റിപ്പോർട്ട് ഞങ്ങൾ കാണിച്ചു കൊടുത്തു. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട്, 3.3 ആണ് ഉണ്ണിക്ക് NT വരണേ, അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് കൊടുത്തപ്പോൾ ഉണ്ണീനെ പറഞ്ഞപ്പോൾ ആ ഡോക്ടറും പറഞ്ഞു. അപ്പം ഞാനും വിളിച്ചു, ഈശ്വര അത് നമുക്ക് ഡോക്ടർമാരാണല്ലോ ശരിക്കും പറഞ്ഞാൽ ലാസ്റ്റ് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുന്നത് ശരിക്കും ഡോക്ടർമാരാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ടും കൽപ്പിച്ച്. അപ്പോൾ വീട്ടിലെ ഞാൻ സംസാരിച്ചു, രണ്ടും കൽപ്പിച്ച് ഒരിക്കലും ഞാൻ ഉണ്ണീനെ അബോട്ട് ചെയ്യാൻ സമ്മതിക്കില്ല പറഞ്ഞു. നമ്മോടായാലും അത് ഉണ്ണിക്ക് എന്ത് വന്നാലും, അതായത് ഉണ്ണിക്ക് ജനിതക എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വന്നാൽ പോലും ഞാൻ രണ്ടും കൈ നീട്ടി ഞാൻ സ്വീകരിച്ചോളാം, നിങ്ങൾ ആരും ബുദ്ധിമുട്ടണ്ട എന്നൊക്കെ പറഞ്ഞു. ഞാൻ എനിക്ക് അത്രത്തോളം എന്താ പറയുക, ഞാൻ ആഗ്രഹിച്ച് ഫസ്റ്റത്തെ സ്കാനിങ്ങിന് 6 ആഴ്ചത്തെ ഒരു സ്കാനിങ്ങിന് ഫസ്റ്റ് ഹാർട്ട് ബീറ്റ് കേട്ടപ്പോൾ തൊട്ടുള്ള ആ ഒരു ഹാർട്ട് ബീറ്റ് ഇങ്ങനെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു. ഈശ്വര അതങ്ങനെ ആവല്ലേ, എനിക്ക് എന്താ പറയുക, എനിക്ക് ഉണ്ണിനെ വേണം എന്നുള്ളൊരു ചിന്ത ആയിരുന്നു. അങ്ങനെ ഇത് സ്കാനിങ് റിപ്പോർട്ട് വന്നു. സ്കാനിങ് റിപ്പോർട്ട് വന്നപ്പോൾ അതിൽ ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല, ഉണ്ണിക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരുന്നില്ല, സാധാ നോർമലി പിള്ളേർക്ക് വരുന്ന രോഗങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട് വരുള്ളൂ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ തൊട്ട് പിന്നെ മനസ്സ് ഭയങ്കര സമാധാനമായി നമുക്ക്. വെച്ചാൽ പിന്നെ വേറൊരു സ്കാനിങ് കൂടി വന്നപ്പോൾ പിന്നെ നമുക്ക് പറയില്ല, നമുക്ക് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ നമുക്ക് അറിയാനുള്ള ഒരു ചിന്ത ഉണ്ടല്ലോ. ആ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ചെയ്യുന്ന യൂട്യൂബിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നോക്കലും ചകയിലൊക്കെ ഏറ്റവും കൂടുതൽ അച്ഛൻ പ്രഗ്നൻ്റ് ആയപ്പോൾ തൊട്ട് ഏറ്റവും കൂടുതൽ ചകയിലായിരുന്നു. യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് അപ്പോൾ ഹാർട്ട് ബീറ്റിൻ്റെ ഇത് നോക്കിയിട്ട് നമ്മൾ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ നോക്കുമല്ലോ. അപ്പോൾ ഹാർട്ട് ബീറ്റിൻ്റെ നോക്കി, പിന്നെ സ്കാനിങ് റിപ്പോർട്ടിൻ്റെ ഇതൊക്കെ നോക്കി. അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഇത് കറക്റ്റ് കൺഫേം ആയിട്ടും ഇത് പെൺകുട്ടി തന്നെയാണ്, കൺഫേമാണ്. ഹാർട്ട് ബീറ്റ് നോക്കിയപ്പോൾ ഹാർട്ട് ബീറ്റിൻ്റെ ഇതൊക്കെ നോക്കിയപ്പോൾ ഞാൻ എപ്പോഴും അത് വായിച്ച് നിൽക്കുന്ന ആ നോക്കലൊക്കെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛൻ ഇത് കൺഫേം ആയിട്ട് പെൺകുട്ടിയാണ്, എന്തായാലും കുഞ്ഞുമണി തന്നെയാണ്. അന്ന് തന്നെ ഞാൻ ഉണ്ണിക്ക് പേര് കിട്ടിട്ടാ, കുഞ്ഞുമണിയാണെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ കുഞ്ഞുമണി തന്നെയാടി, അത് വേറെ ആരല്ല പറഞ്ഞു. അങ്ങനെ എന്താ പറയുക, പിന്നെ അച്ഛന് ശരിക്കും പറഞ്ഞാൽ അച്ഛൻ ഹൈറ്റ് കുറവല്ല, എനിക്ക് അതുകൊണ്ട് ഈശ്വര അത് സിസേറിയൻ ആവോ ഇല്ലേ എന്താണ് എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അച്ഛന് കുറേ വഴിപാടുകൾ മാക്സിമം ഞാൻ ഫസ്റ്റത്തെ മാസം തുടങ്ങി അച്ഛന് ഞാൻ കുറേ വഴിപാടുകൾ ചെയ്തിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു ദൈവഭക്തനാണ് കേട്ടോ. ശരിക്കും പറഞ്ഞ ഒരു എന്താ പറയുക, ഭക്തി ഇച്ചിരി കൂടുതലുള്ള ആളാണ്. അപ്പം 5-ാം മാസം തൊട്ട് തന്നെ ഞാൻ ഫസ്റ്റ് മാസം തൊട്ട് തന്നെ ഞാൻ ഓരോ അമ്പലത്തിൽ പോയിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ പോയിട്ട് ഞാൻ ഓരോ വഴിപാടുകളും കാര്യങ്ങളും പിന്നെ സന്താനഗോപാലം ഒക്കെ ചെയ്യാറുണ്ട്. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛന് ദേഹസുഖം കിട്ടാനായിട്ട് മറ്റേ ശിവൻ്റെ അമ്പലത്തിൽ കൂളമാല കഴിക്കുക, പിൻവിളക്ക് കഴിക്കുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്തിരുന്നു. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വെണ്ണ കഴിപ്പിക്കുക, വ്യാഴാഴ്ച ദിവസം ഭഗവാന് തൃക്കൈ വെണ്ണ കഴിപ്പിച്ചിരുന്നു. അത് കൊടുന്ന് വ്യാഴാഴ്ച ദിവസം കഴിപ്പിക്കലാണ് അച്ഛന്. ഞാൻ വിഷ്ണു ക്ഷേത്രത്തിൽ പോയിട്ട് കൃഷ്ണൻ്റെ അമ്പലത്തിൽ അവിടെ തൊട്ടടുത്ത് തന്നെ ഭദ്രകാളിയുടെ അമ്പലത്തിൽ കൃഷ്ണൻ്റെ ഗോപാലകൃഷ്ണൻ്റെ ഇതുണ്ട്, അതുണ്ട്, ഉപദേവത ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് തൃക്കൈവെണ്ണ കഴിപ്പിക്കും, അതും കൊടുത്തിട്ട് അച്ഛന് കൊടുക്കല പണി. അപ്പോൾ പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് പിന്നെ എന്താ പറയുക 5-ാം മാസം പറഞ്ഞു 5-ാം മാസത്തിൽ 5 ദിവസം അങ്ങോട്ട് അല്ല 5 ദിവസം കൊണ്ട് നെയ്യ് കഴിക്കുന്നത് നല്ലതാന്ന് പറഞ്ഞിട്ട് 5-ാം മാസം ഞാൻ പോയിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ പോയിട്ട് നെയ്യ് പോയിട്ട് നെയ്യ് പൂജിച്ചിട്ട് അത് 5 ദിവസം കഴിച്ചിട്ടുണ്ട് അച്ഛൻ, നെയ്യ് കഴിച്ചിട്ടുണ്ട്. അപ്പം 5-ാം മാസം നെയ്യ് കഴിച്ചു. പിന്നെ 6-ാം മാസം ഞാൻ പറഞ്ഞ ഈ കൂവളത്തിൻ്റെ ധാര
ഓളമാല, പിന്നെ പിൻവിളക്ക്, അച്ഛന് വേണ്ട അങ്ങനെ ദേഹസുഖത്തും കിട്ടാനൊക്കെ വേണ്ടിയിട്ടുള്ള പിൻവിളക്ക് ധാരൊക്കെ നല്ലതാണെന്ന് പറഞ്ഞപ്പോൾ 6-ാം മാസത്തിലേക്ക് അടുത്തപ്പോൾ അത് ചെയ്തു. പിന്നെ 7-ാം മാസം പിന്നെ തൊട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ അവിടെ പറഞ്ഞു വെച്ചു, ഇന്നെ വഴിപാടുകൾ 9-ാം മാസം വരെ അല്ലെ 10-ാം മാസം വരെ ഇന്നെ വഴിപാടുകൾ ചെയ്യണം. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് സന്താനോപാനം കണ്ടിന്യൂസ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ കുറേ വഴിപാടുകൾ അങ്ങനെ വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ ശരിക്കും പറഞ്ഞ ഇവൾക്കൊരു എന്താ പറയുക, ഒരു ഭർത്താവും ഒരു ചേട്ടനും ഒരു അമ്മയും ഒരു അച്ഛനും ഒക്കെ ആയിരുന്നു ഞാൻ ഇവൾക്ക് ആ സമയത്ത്. എന്ന് വെച്ചാൽ ഞാൻ ഒറ്റപ്പെട്ട ഒരു ടൈം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒറ്റപ്പെട്ട ഒരു ടൈം ഉണ്ടായിരുന്നു, ഞാനും ഇവളും ഒറ്റപ്പെട്ട പോലെ ഒരു ടൈം ഉണ്ടായിരുന്നു. എന്താ കേസ് എന്ന് വെച്ചാൽ ഇവളുടെ വീട്ടുകാരായാലും ഇച്ചിരി ഇടം തരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അവിടെ നോക്കാൻ പോലും വരാത്തൊരു ടൈം ഉണ്ടായിരുന്നു. അപ്പം അത് പല കാരണങ്ങളുണ്ട്. അത് വേണമെങ്കിൽ പറയണം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്ന് വെച്ചാൽ ഞാൻ അനുഭവിച്ച വേദനയാണല്ലോ. ഞാൻ അനുഭവിച്ചതെന്ന് വെച്ചാൽ ഞാൻ ആ ഒരു സിറ്റുവേഷൻ ശരിക്കും പറഞ്ഞാൽ ഒറ്റപ്പെട്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവളെ ഞാൻ എങ്ങനെ ഞാനത് മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളൊരു ചിന്ത വന്നപ്പോൾ ഈശ്വരൻ ഞാൻ ചെയ്തത് തെറ്റാണോ ശരിയാണോ എന്ന് എനിക്കറിയില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവളൊരു ആഗ്രഹം പറഞ്ഞ് ഞാൻ നടത്തി കൊടുത്തു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനത് ചെയ്തു കൊടുത്തു എന്ന് വെച്ചാൽ ഇവള് ആ ഒരു കാരിങ് ആയിരിക്കുന്ന സമയത്ത് അവൾക്ക് ഒരു ആഗ്രഹമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനത് ചെയ്തു കൊടുത്തു, കുഴപ്പമില്ല. പക്ഷെ അതെന്ത് തന്നെ ആയാലും ദൈവത്തിന് അറിയാൻ തന്നെ. ഞാൻ ഇച്ചിരി മനസ്സിലാവ് കൂടുതലുള്ള ആളാണ്. ഒരാളുടെ സങ്കടം കണ്ടാൽ എനിക്ക് ഭയങ്കര വിഷമം വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ അമ്മേരെ സങ്കടം കണ്ടാലും എനിക്ക് ഭയങ്കര വിഷമം വരും. എന്ന് വെച്ചാൽ ഒരാളുടെ സങ്കടപ്പെടുത്തിയിട്ട് വേണ്ടില്ല. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇവള് എന്താ പറയുക, എൻ്റെ ഭാര്യ സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് വലിയ ഇഷ്ടം ഉണ്ടാവില്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഉള്ള ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ഞാൻ അതങ്ങോട്ട് ചെയ്തു കൊടുത്തു. ചെയ്തു കൊടുത്തിട്ട് അപ്പം അത് ഇവിടെയുള്ള വീട്ടുകാർക്ക് അങ്ങോട്ട് ഭയങ്കര വലിയ ഇഷ്ടമായില്ല. അച്ഛൻ്റെ വീട്ടുകാർക്ക് വലിയ ഇഷ്ടമായില്ല. അപ്പോൾ കുറച്ച് ഇടം തിരിഞ്ഞ് നിന്ന് ആ സമയത്ത് ഞാൻ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈശ്വര ഇനിയിപ്പോൾ ഇവൾക്ക് ഡെലിവറി വരുന്ന ടൈമിൽ ഞാൻ എന്ത് ചെയ്യും, ഇവളെങ്ങനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നൊക്കെ ഒരു ചിന്ത വന്നപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ശരിക്കും പറഞ്ഞാൽ ഭഗവാൻ ഇറങ്ങി വന്ന് എന്നെ സഹായിച്ചതാ. ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്താ വെച്ചാൽ ഞാൻ ഒരാൾക്കും ദ്രോഹം ചെയ്യാറില്ല. ഒരാൾക്കും നല്ലത് വരണ, എൻ്റെ കണ്ണിൽ മുന്നിൽ വരുന്ന ആൾക്ക് നല്ലത് വരണമെന്ന് ഞാൻ ചിന്തിക്കാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, ആ ഒരു സമയത്ത് അച്ഛൻ്റെ ഡെലിവറി സമയത്ത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് പൈസ കയ്യിൽ പൈസ എല്ലാ കാര്യത്തിലും എൻ്റെ കൈൻ്റെ ഉള്ളം കയ്യിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കുക വേണ്ടു. അപ്പോൾ പൈസ ആയിട്ട് എല്ലാ കാര്യങ്ങളും എന്നുവെച്ചാൽ ദൈവം ശരിക്കും പറഞ്ഞാൽ ഭഗവാൻ ഗുരുവായൂരപ്പൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു തന്നെ പറയാം. അപ്പോൾ അല്ലാതെ എൻ്റെ കൺമുന്നിൽ ഉണ്ടായിരുന്നു. വെച്ചാൽ അച്ഛൻ ആ ടൈമിൽ ശരിക്കും പറഞ്ഞാൽ 9-ാം മാസം കഴിഞ്ഞ് ഒരു വീക്ക് ആയിട്ടുള്ളൂ. ഒരു വീക്ക് കഴിഞ്ഞ് 2ാമത്തെ വീക്കിലേക്ക് കിടക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അവൾക്ക് പെയിൻ വന്നിട്ടാണ് ഞാൻ കൊണ്ടുപോകണം. അപ്പോൾ അപ്പോഴും വെച്ചാൽ അച്ഛന് എനിക്ക് എല്ലാവരും പറഞ്ഞു, ഞാൻ പ്രൈവറ്റാണ് കാണിച്ചത്. എല്ലാവരും പറഞ്ഞു നിങ്ങൾക്ക് പ്രൈവറ്റ് താങ്ങില്ല, മറ്റേ എന്താ പറയുക ഈ ജില്ലയിൽ കാണിക്കുകയെന്ന് പറഞ്ഞു. പക്ഷെ എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു വിശ്വാസം പറയാൻ ഫസ്റ്റ് മാസം മുതൽ ഇവൾക്ക് 8-ാം മാസം വരെ അല്ലെ 7-ാം മാസം വരെ ഇവളെ കാണിച്ചുകൊണ്ടിരുന്നത് പ്രൈവറ്റാണ്, അശ്വിനി ഹോസ്പിറ്റലിൽ ഞാൻ കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇവളുടെ എല്ലാ കാര്യങ്ങളും അറിയണത് ആ ഒരു ഡോക്ടർക്ക്. അപ്പോൾ പിന്നെ ഞാൻ ആ സമയത്ത് ഒരു ഇട്ട് കളിപ്പിക്കേണ്ട ഞാൻ ഒറ്റയ്ക്കാണ്. ശരിക്കും പറഞ്ഞാൽ ഞാനും ഒറ്റയ്ക്കാണ്. എൻ്റെ വീട്ടിൽ അന്ന് പ്രശ്നങ്ങളൊന്നുമില്ല, അമ്മയുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്താ പറയുക ഒറ്റപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് ഞാൻ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് എന്താ പറയുക ഇങ്ങനെ വരണേ. അപ്പോൾ ഞാൻ രണ്ടും കൽപ്പിച്ച് മാറ്റണില്ല, അവിടെ തന്നെ കാണിക്കണേ പറഞ്ഞു. അപ്പോൾ എല്ലാവരും പറഞ്ഞു നിങ്ങൾക്ക് പെട്ടെന്ന് താങ്ങില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണൊക്കെ പറഞ്ഞപ്പോൾ എന്തെങ്കിലും ആയിക്കോട്ടെ നമുക്ക് ഞാൻ എന്തായാലും മാറ്റണില്ല. വെച്ചാൽ ഇവൾക്ക് എന്നെ കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എപ്പോഴും ഉണ്ടാവണം എന്ന് പറയും. പക്ഷേ ജില്ലയിൽ പോയാൽ അങ്ങനെ പറ്റില്ലല്ലോ. എന്നുവെച്ചാൽ അവിടെ അടുത്തേക്കൊന്നും കയറ്റില്ല. അപ്പം പിന്നെ ഞാൻ ഇവിടെ പ്രൈവറ്റ് തന്നെ കാണിച്ച് അച്ഛൻ ആ സമയത്ത് അച്ഛൻ്റെ എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് എന്താ പറയുക, എനിക്ക് ശരിക്കും പറഞ്ഞാൽ ദൈവം എന്താ പറയുക എന്നെ കാണുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ അനുഭവിക്കുന്ന കാര്യങ്ങൾക്ക്, അതായത് ഞാൻ ഓരോ ദിവസം ചിലപ്പോൾ ഞാൻ കൃഷ്ണ ഗുരുവായൂരപ്പൻ എപ്പോഴും വിളിക്കുന്ന ഒരു ആളാണ് ഗുരുവായൂരപ്പൻ. അപ്പോൾ കൃഷ്ണ ഒരു കുഴപ്പമില്ലാതെ ഇരിക്കട്ടെ, കിട്ടണേ, രണ്ടുപേർക്കും ഒരു കുഴപ്പമില്ലാതെ വരട്ടെ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ അച്ഛന് തലേദിവസം ഞങ്ങൾ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്ത് ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്തിട്ട് ആൾക്ക് അന്ന് പുലർച്ചെയാണ് ശരിക്കും പറഞ്ഞ വേദന വരുന്നത് 12 മണി. പക്ഷെ മൂപ്പർക്ക് സാധാ വേദന വരുന്നുണ്ട്, എനിക്കറിയില്ല എന്താണ്.
അപ്പോൾ അങ്ങനെ വേദന വന്നിട്ട് മൂപ്പർക്ക് അത് പ്രസവ വേദനയാണോന്ന് അമ്മ പറഞ്ഞപ്പോൾ ഏട്ട നേരം വേദന വരാറുണ്ട്, കുഴപ്പമില്ല. പക്ഷെ മൂപ്പർക്ക് അത് നല്ല പെയിനായിരുന്നു. മാക്സിമം എന്നിട്ട് 6 മണിയാകുമ്പോഴേക്കും ആൾക്ക് താങ്ങാൻ പറ്റാത്ത വേദനയായി. എന്നിട്ട് ഞാൻ അപ്പോഴും കൂട്ടുകാരനെ പോയി വിളിച്ച്, തൊട്ടപ്പുറത്താണ്, കൂട്ടുകാരനെ പോയി വിളിച്ച് അവരെ വണ്ടി എടുത്തിട്ട് വേഗം ഹോസ്പിറ്റലിലേക്ക് എത്തിച്ച്, അശ്വിനിയിലേക്ക് എത്തിച്ചു. അങ്ങനെ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നേരം കഴിഞ്ഞാൽ മറ്റേ കാറിൽ പ്രസവിച്ചേനെന്ന് പറഞ്ഞ്, കുഴപ്പമില്ല നമുക്ക് നോക്കി വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ പകുതി വേദന ഫുള്ള് മൂപ്പര് കഴിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഈശ്വരൻ ഇനിയിപ്പോൾ എങ്ങനെയാവും, സിസേറിയനാവോ നോർമൽ ഡെലിവറി ആവും ഒന്നും അറിയില്ലല്ലോ. അങ്ങനെ കയറി നമുക്കൊരു ലെറ്റർ എഴുതി കൊടുക്കണമല്ലോ. ലെറ്റർ എഴുതി കൊടുക്കാനായിട്ട് ഞാൻ ലെറ്റർ എഴുതി ജസ്റ്റ് അങ്ങോട്ട് കൊടുക്കുമ്പോഴേക്കും ഡോർ തുറന്നിട്ട് ഒരു സിസ്റ്റർ എന്ന് പറഞ്ഞു, ലിഖിത പ്രസവിച്ചിട്ട് ആ പെൺകുട്ടിയാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഒരു സന്തോഷം. ഞാനോട് മുന്നേ പറഞ്ഞിട്ടുണ്ട്, അച്ചു അത് കുഞ്ഞുമണി തന്നെയാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് കേട്ടപ്പോൾ ഒരു സന്തോഷം എനിക്ക് സഹിക്കാൻ പറ്റാത്തതിനും അപ്പുറമായിരുന്നു ആ ഒരു സന്തോഷം. ശരിക്കും പറഞ്ഞ ഉണ്ണി കുഞ്ഞുമണിയാണല്ലോ. അപ്പൊ മൂപ്പര് കണ്ണ് തുറന്ന് ആണ് ശരിക്കും പറഞ്ഞ ലേബർ റൂമിൽ നിന്ന് വരുന്നത് കുഞ്ഞുമണി. ശരിക്കും പറഞ്ഞാൽ അതിന് നല്ല രസം തന്നെയായിരുന്നു മൂപ്പരെ കാണാനും. കണ്ണ് തുറന്നിട്ടാണ് എന്നിട്ട്. അപ്പൊ ഞാൻ പറയാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിലേ, ദൈവം ശരിക്കും പറഞ്ഞ മുകളിലുണ്ട്. നമ്മളെ ഒറ്റപ്പെടുത്തണവർക്ക് ഒറ്റപ്പെടുത്താം, കുഴപ്പമില്ല. പക്ഷെ ദൈവം നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമ്മൾ ആരും പിടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും ദൈവം കൊണ്ട് തരുന്നുള്ള കാര്യം 100% എനിക്ക് ഉറപ്പാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ സമയത്ത് തന്നെ സഹായിച്ചതും എൻ്റെ കൂടെ നിന്നതും എൻ്റെ കൂടെ ഒരാളായിട്ട് നിന്നതും എൻ്റെ വലങ്കായിട്ട് നിന്നതും സ്പെഷ്യൽ ഗുരുവായൂരപ്പൻ തന്നെയാണ്. എന്നുവെച്ചാൽ മൂപ്പർക്ക് തന്നെ അറിയാം ഞാൻ എങ്ങനെയാണ് എന്താണെന്ന് തന്നെ മൂപ്പർക്ക് അറിയാം. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ വന്നാൽ പോലും എനിക്കറിയാം എൻ്റെ കൂടെ ദൈവം ഉണ്ടല്ലോ, എൻ്റെ കൂടെ കൃഷ്ണനുണ്ടല്ലോ, അല്ല ഭഗവാനുണ്ടല്ലോ കൂടെ. അങ്ങനെ വിചാരിച്ച് നടക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെയാണ് കുഞ്ഞുമണി നമ്മുടെ ഇതിലേക്ക് വരുന്നത്. ഞങ്ങൾക്ക് എന്താ പറയുക, ഞങ്ങൾ വിചാരിച്ചു കുറേയൊക്കെ സങ്കടങ്ങളൊക്കെ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചു. പിന്നെയാണ് ഈ ഒരു പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ, ചെറിയ ഈ തൈറോയിഡിൻ്റെ ഇഷ്യൂ പറഞ്ഞല്ലോ. അപ്പം അതിന് ഡോക്ടറെ കുറേ ഞാൻ ഇതേപോലെ തന്നെ ദൈവത്തിനെ വിളിച്ചിട്ട് തന്നെ ശരിയാണ് ജീവിക്കുന്നത്. അപ്പോൾ കറങ്ങി തുടങ്ങി. അപ്പം ദൈവത്തിനെ വിളിച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ മുന്നോട്ട് പോയിട്ടാണ്. എന്ന് വെച്ചാൽ ഞങ്ങൾ ഒറ്റയ്ക്കുള്ളൂ. ഞങ്ങൾ എന്താ പറയുക, എങ്ങനെയാവും എന്താ. പിന്നെ എൻ്റെ അമ്മ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് കേട്ടോ. സഹായിച്ചില്ല എന്ന് പറയാൻ പറ്റില്ല. അമ്മ ഒരുപാട് ഇവളുള്ള പ്രസവം നോക്കാലും ഉണ്ണീനെ കുളിപ്പിക്കുക ഒക്കെ അമ്മയ്ക്കായാലും അമ്മ കുറേ സഹായിച്ചിട്ടുണ്ട്. അപ്പം അത് വേണമല്ലോ പറയാനായിട്ട്. അപ്പം ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്താ പറയുക, ദൈവം കൊണ്ടുവന്നത് എന്താണ് ശരിക്കും പറഞ്ഞാൽ ഇവൾക്കുള്ള മനസ്സിൽ ഒരു കുറേ വിഷമങ്ങൾ ഉണ്ടായിരുന്നത്. ഇവള് ഹൈറ്റ് കുറവായ കാരണം ഈശ്വരൻ എനിക്ക് ഉണ്ണി ഉണ്ടാവോ എന്നുള്ളൊരു ചിന്ത ഇവൾക്കുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സങ്കടം ഇവളെ തീർത്തതും ദൈവം തന്നെയാണ്. എന്നുവെച്ചാൽ ഞാൻ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ആർക്കും ഒരു ദ്രോഹം ചെയ്യാത്ത ഒരു വ്യക്തിയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം എല്ലാവർക്കും നല്ല തരത്തന്നെ തന്നെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ എന്താ പറയുക, നമുക്ക് നമ്മൾ അങ്ങനെ ആർക്കും ദ്രോഹം ചെയ്യാറില്ല. നമുക്ക് നല്ല തന്നെ വരലൂടി, കുഴപ്പമില്ല. നമുക്ക് കല്യാണം കഴിഞ്ഞിട്ട് ഇവൾക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടായിരുന്നത്, ഉള്ളിൻ്റെ ഉള്ളിൽ വിഷമം ഉണ്ടായിരുന്നത് എന്താ വെച്ചാൽ ഈ ഉണ്ണി ഉണ്ടാവോ ഞാൻ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടല്ലോ. അയച്ചാൽ അവൾക്ക് ഹൈറ്റ് കുറവിൻ്റെ ഒരു എല്ലാവരും ഹൈറ്റ് കുറവാകുമ്പോൾ പ്രശ്നമാണെന്നുള്ള ഒരു ഇവളുടെ മനസ്സിൽ ഇങ്ങനെ അടിച്ച് കയറി നിൽക്കണ സമയത്ത് അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ലടി ചേച്ചി, കുറേ നമുക്കതൊന്നും അങ്ങനെ പേടിക്കാല്ലേ, നമുക്ക് ദൈവം വിധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും കിട്ടും, നമുക്കതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ആ ഒരു സമയത്ത് ഞാൻ ഒറ്റപ്പെട്ട സമയത്ത് ദൈവമായിട്ട് നമ്മുടെ എല്ലാത്തിനും ദൈവമായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അത് വേണമല്ലോ പറയാനായിട്ട്. അങ്ങനെയാണ് ഞങ്ങളുടെ കുഞ്ഞുമണീനെ ഞങ്ങൾക്ക് കിട്ടിയത്. അങ്ങനെ വിശേഷം കുഞ്ഞുമണിയെ വിശേഷം. പിന്നെന്തിട്ട് പറയാന്ന് വെച്ചാൽ പിന്നെന്താ, അച്ഛണ്ട മോള് അപ്പം അങ്ങനെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ. ഞങ്ങളപ്പോൾ വീഡിയോ അല്ല എന്താ പറയുക, കമൻസുകൾ കണ്ടപ്പോൾ ഞങ്ങൾ ചെറിയൊരു വീഡിയോ എടുക്കുമെന്ന് വിചാരിച്ചുള്ളൂ. അപ്പം അങ്ങനെ പക്ഷേ കുറച്ചധികം ലോങ് ആയിപ്പോയി. അങ്ങനെ ഒരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റ. പിന്നെ മറക്കാതെ ഫോളോ ചെയ്യാൻ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എന്താ പറയുക, തൊട്ടടുത്ത് ബെല്ലൈക്കണം അങ്ങോട്ട് അടിച്ചു പൊട്ടിക്കുക എന്നുള്ള പറയാറില്ലേ, അതങ്ങോട്ട് ചെയ്യുക. ഓക്കെ. അപ്പം ഞങ്ങളെ ഇഷ്ടപ്പെടുന്നവർക്കും ഞങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാവർക്കും ബൈ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ.